ആ ചെങ്കൊടിക്ക് കീഴിൽ ഈ പ്രസ്ഥാനത്തെ നയിക്കുന്ന കേരളത്തിലെ അതിൻ്റെ പ്രിയങ്കരായ നേതാക്കൾ എല്ലാവരും ഒത്തുചേരുകയാണ്. അവരെ കാണാൻ, അവർക്കൊപ്പം നിൽക്കാൻ ഒക്കെയായി ചിത്രങ്ങൾ പകർത്താൻ ഒക്കെ ഒരുപാട് ആളുകൾ ഇരുവശങ്ങളിലും ഈ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും വരുന്നത് പ്രകാശ് കാരാട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇപ്പോൾ മുൻപിലേക്ക് നടന്നു വരികയാണ്. ഈ ആദ്യ ജീപ്പിലേക്ക് ഇരുവരും ഇപ്പോൾ കയറും. മുഖ്യമന്ത്രി എത്തുന്നു. മുഖ്യമന്ത്രി ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ സംഘാടക സമിതി ചെയർമാൻ കൂടിയായ ധനമന്ത്രി കെ എൻ ബാലഗോപാലിനൊപ്പമാണ് എത്തുന്നത്. മുഖ്യമന്ത്രി ഈ തുറന്ന ജീപ്പിലേക്ക് കയറുകയാണ്. ആദ്യം പ്രകാശ് കാരാട്ട്, CPM-ൻ്റെ പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്ററായിട്ടുള്ള പ്രകാശ് കാരാട്ട് ഇപ്പോൾ ഈ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത CPIM പൊളിറ്റ് ബ്യൂറോ അംഗം ശ്രീ പ്രകാശ് കാരാട്ട് ഇപ്പോൾ നമുക്ക് കാണാം. തൊട്ടുപിറകിലുള്ള ജീപ്പിൽ MA ബേബി പൊളിറ്റ് ബ്യൂറോ പൊളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള പിണറായി വിജയൻ മുദ്രാവാക്യം വിളികൾക്ക് നടുവിൽ ഇപ്പോൾ കാരാട്ടിനൊപ്പം ഇപ്പോൾ കാണാം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും ഇവർ മൂന്ന് പേരുമാണ് ഈ തുറന്ന വാഹനത്തിൽ KN ബാലഗോപാലുമുണ്ട്. സംസ്ഥാന സമ്മേളനത്തിന്റെ സംഘാടക സമിതിയുടെ ചെയർമാൻ കൂടിയായ KN ബാലഗോപാലിനെ നമ്മൾക്കിവിടെ കാണാം. അവർ 4 പേരുമാണ് ഈ വാഹനത്തിൽ തുറന്ന ജീപ്പിലുള്ളത്. KN ബാലഗോപാൽ അതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഈ മൂന്ന് നേതാക്കളുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രകാശ് കാരാട്ട്, CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട്, അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറിയായി ഇന്നത്തെ ഈ സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്ത MV ഗോവിന്ദൻ മാസ്റ്റർ, ഇവർ 3 പേരുമാണ് ഇപ്പോൾ ആ തുറന്ന ജീപ്പിൽ ഉള്ളത്. ഈ പാതയുടെ ഇരുവശങ്ങളിലും പാതയോരങ്ങളിൽ നിൽക്കുന്ന ആളുകളെ, പ്രിയപ്പെട്ട പ്രവർത്തകരെ, അനുഭാവികളെ, രാഷ്ട്രീയ കേരളത്തെ ഒക്കെ കണ്ട് അഭിവാദ്യം ചെയ്ത് അങ്ങനെ മെല്ലെ മുന്നോട്ട് നീങ്ങുകയാണ് എന്നുള്ളതാണ്. മെല്ലെ ആളുകളെയൊക്കെ വകഞ്ഞു മാറ്റി ആ ജീപ്പ് മുന്നിലേക്ക് നീങ്ങുന്നു. ആ ജീപ്പിൽ മുൻപിൽ ധനമന്ത്രി KN ബാലഗോപാലുമുണ്ട്. അതുപോലെ തന്നെ ആ ജീപ്പ് ഇപ്പോൾ മുന്നോട്ട് ആശ്രാമം മൈതാനത്തേക്ക് നീങ്ങുകയാണ്. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രകാശ് കാരാട്ട്, MV ഗോവിന്ദൻ മാസ്റ്റർ എന്നിവരാണ് ആ തുറന്ന ജീപ്പിൽ ഉള്ളത്. മുദ്രാവാക്യം വിളികളുമായി ഇരുവശങ്ങളിലും നിൽക്കുന്ന ഒത്തുചേർന്ന മനുഷ്യർ ഇവർക്ക് അഭിവാദ്യം ചെയ്യുന്നു. ഇവരുടെ ചിത്രങ്ങൾ പകർത്തുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നത്. കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ആവേശകരമായ ഒരു വലിയ സംസ്ഥാന സമ്മേളനത്തിൻ്റെ, രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ളൊരു സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപനത്തിൻ്റെ ഏറ്റവും വലിയ കാഴ്ചകളാണ്, ഏറ്റവും വലിയ രാഷ്ട്രീയ ദൃശ്യങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ വരുന്നത്. കാരണം കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുന്നോട്ടുപോക്കിൽ ചരിത്രത്തിൽ അടയാളപ്പെടുത്തും വിധം അത്രമേൽ ഉജ്ജ്വലമായി കേരളത്തിൻ്റെ ഭാവി നാളുകളെ സുസ്ഥിരമാക്കും വിധം ഏറ്റവും ശക്തമായി ഇടപെടലുകൾ നടത്തുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് കൃത്യമായും ഇതിൻ്റെ ആകർഷണ കേന്ദ്രം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രമേൽ ഇവിടെയൊക്കെ എത്തിച്ചേർന്ന നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള CPIM പ്രവർത്തകർ ഒറ്റ സ്വരത്തിൽ പറഞ്ഞ ഒന്നുണ്ട്: കേരളത്തിൻ്റെ ക്യാപ്റ്റൻ, CPIM-ൻ്റെ ക്യാപ്റ്റൻ. കാരണം ഈ കാലത്തിൻ്റെ വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വെല്ലുവിളികൾക്ക് ശരിയായ ദിശാബോധം, രാഷ്ട്രീയമായ ദിശാബോധം പകരാൻ കഴിയുന്ന ഒരു വലിയ നേതൃത്വമായി കേരളത്തെയും ആ പാർട്ടിയെയും മുന്നോട്ട് നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM-ന്റെ ഏറ്റവും മുതിർന്ന പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ തന്നെയാണ് ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനത്തിലേക്കുള്ള ഈ ബഹുജന റാലിയുടെ 2 ലക്ഷത്തിൽ പരം മനുഷ്യർ അണിനിരന്നുകൊണ്ടിരിക്കുന്ന ഈ മഹാറാലിയുടെ ഏറ്റവും വലിയ ആകർഷക കേന്ദ്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹത്തെ കാണാൻ ആവേശകരമായി ഇവിടേക്ക് ഒത്തുചേർന്ന മനുഷ്യരെ നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ കാണുകയും ചെയ്യാം. വളരെ പതുക്കെ മാത്രമേ പോകാനാവുന്നുള്ളൂ. നമ്മൾക്ക് ഇതോടൊപ്പം തന്നെ AV ജയരാഘവനും അതുപോലെ തന്നെ MA ബേബിയും മറ്റ് 2 പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളുമാണ് തൊട്ടു പിന്നിലുള്ള തുറന്ന വാഹനത്തിൽ ഉള്ളത്. ആശ്രാമം മൈതാനത്തേക്ക് പോവുകയാണ്. വലിയ തോതിലുള്ള ആൾക്കൂട്ടം 2 ഭാഗത്തും, അതുപോലെ തന്നെ മുൻപിലും പ്രകടനത്തിൻ്റെ ഒരു മുൻനിര മുൻപിലുണ്ട് എന്നുള്ളതുണ്ട്. ഇതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ തടസ്സങ്ങളുണ്ടാകുന്നു. ഈ തടസ്സങ്ങളൊക്കെ മെല്ലെ ആളുകൾക്ക് ഇടയിലൂടെ ഈ കൊല്ലം ടൗൺ ഹാളിലാണ് കോടിയേരി ബാലകൃഷ്ണൻ നഗർ ഒരുക്കിയത്. അവിടെയായിരുന്നു പ്രതിനിധി സമ്മേളനം നടന്നത്. അവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങനെ മുന്നോട്ട് നീങ്ങി സീതാറാം യെച്ചൂരിയുടെ CPIM-ൻ്റെ ദേശീയ തലത്തിലെ ഏറ്റവും പ്രിയങ്കരനായ നേതാക്കന്മാരിൽ ഒരാളായി അകാലത്തിൽ വിട്ടുപിരിഞ്ഞ ജനറൽ സെക്രട്ടറി ആയിരിക്കെ, CPIM ജനറൽ സെക്രട്ടറി ആയിരിക്കെ എല്ലാവരെയും വിട്ടുപിരിഞ്ഞ സീതാറാം യെച്ചൂരിയുടെ സ്മരണാർത്ഥമുള്ള ഈ ആശ്രാമം മൈതാനത്തെ പൊതുവേദിയിലേക്കാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രകാശ് കാരാട്ടും അതുപോലെ തന്നെ ഇന്ന് വീണ്ടും സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട
അപ്പോൾ അത് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും ജനങ്ങളുടെ അഭിവാദ്യങ്ങൾ സ്വീകരിച്ച് അങ്ങനെ കടന്നു പോകുന്ന സാഹചര്യം. ഈ മഹത്തായ ഈ രാഷ്ട്രീയ കാഴ്ചയുടെ ദൃശ്യങ്ങൾ തത്സമയം പകർത്തിക്കൊണ്ട് കൈരളി സംഘം ഈ കൊല്ലത്തിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും ഞങ്ങളുടെ വിവിധ വാർത്താ സംഘങ്ങൾ ആകാശ ദൃശ്യങ്ങൾ അടക്കം എത്രമാത്രം രാഷ്ട്രീയമായ കൃത്യമായ ബോധ്യമാണ് ഈ സമ്മേളനത്തെ ഏതൊക്കെ നിലയിലുള്ള രാഷ്ട്രീയ ബോധ്യതയാണ് അടയാളപ്പെടുത്തുന്നത് എന്ന് കൃത്യം വ്യക്തമാവുന്ന ദൃശ്യങ്ങൾ സഹിതമാണ് കൈരളി ന്യൂസ് തത്സമയം ഈ വിവരങ്ങൾ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണിപ്പോൾ കോടിയേരി നഗറിൽ നിന്നും സീതാറാം യെച്ചൂരി നഗറിലേക്കുള്ള ഈ യാത്ര, CPIMൻ്റെ സമുന്നതരായ നേതാക്കളുടെ യാത്ര, ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് മുന്നേറുന്ന ഈ വലിയ യാത്ര കേരളത്തെ സംബന്ധിച്ച് വളരെ അതീവ രാഷ്ട്രീയ പ്രാധാന്യമുള്ളത് തന്നെയാണ്. കാരണം 2026 കേരളം വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ വർഷം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലുമൊക്കെ കൃത്യമായ ദിശാബോധത്തോടെ കേരളത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രതീകവും പ്രതിരൂപവുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ ബോധ്യത്തെ അടിവരയിടുന്ന വിധത്തിലേക്കുള്ള അതിശക്തമായ രാഷ്ട്രീയ ബോധ്യത്തോടെ ചടുലമായ തീരുമാനങ്ങളോടെയാണ് കൊല്ലം സംസ്ഥാന സമ്മേളനം പോയത്. അതുതന്നെയാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ച സമ്മേളനം അംഗീകരിച്ച നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന നയരേഖ തന്നെ, വികസന നയരേഖ തന്നെ അതാണ്. പ്രതിനിധികളിൽ വന്ന നിർദ്ദേശങ്ങളടക്കം ഉൾച്ചേർത്തുകൊണ്ട് ഇന്ന് മുഖ്യമന്ത്രിയുടെ മറുപടിയിലൂടെ കൊല്ലം സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച CPIMൻ്റെ നവകേരളത്തെക്കുറിച്ചുള്ള പുതുവഴികളാണ്. ആ പുതുവഴികൾ എന്നുള്ളത് തന്നെയാണ് ഒരു കേരളത്തെ സംബന്ധിച്ച് CPIMനപ്പുറം ഇടതു രാഷ്ട്രീയത്തിനുമപ്പുറം കേരളത്തെ വളരെ പ്രത്യാശാഭരിതമായ ഒരു ഭാവി കാലത്തിലേക്ക് നയിക്കാൻ നമ്മുടെ നിലച്ചുപോയ സ്തംഭിച്ചുപോയ ഒരു കാലത്തും നടക്കില്ലെന്ന് വിചാരിച്ച പദ്ധതികളെ പുനരെടുത്ത് വിജയിപ്പിച്ച ഒരു അനുഭവമുള്ള നാടിന് മുമ്പിലേക്കാണ് ഇനി എന്താണ് വേണ്ടത്. കേന്ദ്ര സർക്കാർ സാമ്പത്തിക ഉപരോധത്തിലൂടെ കേരളത്തിന് അവകാശപ്പെട്ട ധനമാർഗങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുമ്പോൾ, വിലങ്ങുതടിയാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന നിലയിൽ കേരളം ഒരു സംസ്ഥാനം എന്ന നിലയിൽ അതിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ധനസമാഹരണത്തിലേക്ക് അതിശക്തമായി മുന്നോട്ട് പോകുന്ന കാഴ്ചകളിലൂടെയാണ്. 4 വർഷക്കാലത്തെ വലിയ പോരാട്ടത്തിനൊടുവിൽ കേരളത്തിൻ്റെ ധനസ്ഥിതി അടക്കം മെച്ചപ്പെട്ടു. ആ ധനസ്ഥിതി മെച്ചപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കേരളം ഇപ്പോൾ വിഴിഞ്ഞം രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ തുറമുഖമായി മാറുന്നു, മദർ പോർട്ടായി മാറുന്നു. അതിൻ്റെ വികസന അനന്ത സാധ്യതകൾ കേരളത്തെ സംബന്ധിച്ച് ഭാവിയിൽ അത് ഏതൊക്കെ തരത്തിൽ കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ ചടുലമാക്കുമോ സമ്പന്നമാക്കുമോ അതിനു വേണ്ടതെല്ലാം കഴിയും വിധത്തിലുള്ള ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പദ്ധതികൾ രൂപപ്പെടുത്തി ആ പദ്ധതികളുമായി ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുന്നു, മറുഭാഗത്ത് കേരളത്തിന് വേണ്ട പദ്ധതികൾ. അതേസമയം അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ പരമ്പരാഗത വ്യവസായ തൊഴിലാളികളുടെ, കർഷക തൊഴിലാളികളുടെ, സാധാരണക്കാരുടെ ഇവരുടെയൊക്കെ ക്ഷേമത്തിന് ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത വിധം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ശക്തമായ ഊന്നൽ ഒരു സംസ്ഥാന സമ്മേളനത്തിലൂടെ, കൊല്ലം സംസ്ഥാന സമ്മേളനത്തിലൂടെ CPIM ഈ നാടിനോട് വിളിച്ചു പറയുകയാണ്. അവിടെ അനിവാര്യമായ നിലയിൽ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ പുതിയ പദ്ധതികളുടെ വരവിൻ്റെ, നവകേരളത്തിൻ്റെ ഒരു വരവ് സാന്നിധ്യം ഉറപ്പാക്കുന്ന വിധം കേരളം ചർച്ച ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് CPIM പോവുകയാണ്. അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം ശേഷമാണ് CPIM ഈ മഹാറാലിയിലേക്കും പൊതുസമ്മേളനത്തിലേക്കും കടന്നത്. ആ മഹാറാലിയിലൂടെ, അതിൻ്റെ മുൻനിരയിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPIMൻ്റെ PB അംഗം കൂടിയായിട്ടുള്ള പിണറായിയും, അതുപോലെ തന്നെ പ്രകാശ് കാരാട്ടും PB കോർഡിനേറ്ററായിട്ടുള്ള പ്രകാശ് കാരാട്ടും, അതുപോലെ തന്നെ MV ഗോവിന്ദൻ മാസ്റ്റർ, ഇന്ന് സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട MV ഗോവിന്ദൻ മാസ്റ്ററും ചേരുന്ന ആ നേതൃനിരയാണ് ഇപ്പോൾ ഈ മഹാറാലിയുടെ മുൻനിരയിലൂടെ ഇപ്പോൾ സീതാറാം യെച്ചൂരി നഗറിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത്തരമൊരു വലിയ രാഷ്ട്രീയ കാഴ്ചയിലൂടെയാണ് കൊല്ലം കടന്നു പോകുന്നത്. ഇരുവശങ്ങളിലും ഈ നേതാക്കളെ പിന്തുടർന്നുകൊണ്ട് വലിയൊരു വിഭാഗം ആളുകളാണ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ രാഷ്ട്രീയ കാഴ്ചകളിലൂടെ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച വളരെ നിർണായകവും വളരെ സുപ്രധാനവുമായിട്ടുള്ള ഒരു ചുവടുവെപ്പാണ് ഇപ്പോൾ കാണുന്നത്. ടൗൺ ഹാളിൽ നിന്നും കോടിയേരി നഗറിൽ നിന്നും സീതാറാം യെച്ചൂരി നഗറിലേക്കുള്ള ഈ നേതാക്കളുടെ യാത്ര എന്ന് പറയുന്നത് കേവലം 2.5 മണിക്കൂറിൻ്റെ യാത്രയല്ല. ഭാവി കേരളത്തെ സംബന്ധിച്ച ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ കേരളത്തിൽ ഉറപ്പോടെ, വ്യക്തതയോടെ ഒരു നാടാകെ ഒരു നേതൃത്വമായി ഇവരെ ഏൽപ്പിച്ച് മുഖ്യമന്ത്രിയിലുള്ള വിശ്വാസത്തെ അരക്കിട്ടുറപ്പിച്ച് ഒരു മുന്നണിക്ക് അതിശക്തമായി പോകാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം രൂപപ്പെടുന്നു എന്നതിൻ്റെ ശക്തമായ തെളിവായി മാറുകയാണ്. ഈ നവകേരളത്തിൻ്റെ ഈ പുതുപ്രതീക്ഷകളെ സംബന്ധിച്ച, പുതുവഴികളെ സംബന്ധിച്ച ഈ ധനസമാഹരണത്തെയൊക്കെ പല രൂപത്തിലേക്കും വിവാദ പരിസരമാക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുമ്പോഴും അതിനെ വസ്തുതകളുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് CPIM മുന്നോട്ട് പോകുന്നത്. ആ നിലയിൽ വ്യക്തതയോടെ അതിന് തീരുമാനവും അനുമതിയും നൽകി കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുക, ചരടുകളില്ലാത്ത സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യത്തെ ഒട്ടും ഹനിക്കാത്ത നിലയിലുള്ള മൂലധന നിക്ഷേപത്തെ സമാഹരിക്കുക, അത് ആകർഷിക്കുക, അത് വാങ്ങുക, അത് ഉപയോഗിക്കുക എന്ന് പറയുന്നൊരു നിലപാട് ഇക്കാര്യത്തിലുണ്ട്. ആ നിലപാടെന്ന് പറയുന്നത്
രാജ്യത്തെ തന്നെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൻ്റെ ടോപ്പ് അച്ചീവറായി നിൽക്കുന്ന ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയതിൻ്റെ പശ്ചാത്തലത്തിലെടുക്കുന്ന ഒരു സുപ്രധാന തീരുമാനമാണിത്.